ഉപയോഗിക്കുന്ന അതേ വിഭാഗീയ രാഷ്ട്രീയമാണ് കേരളത്തിൽ CPM പരീക്ഷിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു. ജാതീയതയും വർഗീയതയും പ്രചരിപ്പിക്കുന്നത് മുതലെടുപ്പ് നടത്തുക എന്നത് CPM പരമ്പരാഗത ശൈലിയാണെന്നും പഴകുളം മധു കുറ്റപ്പെടുത്തി. YCC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ദമാമിലെത്തിയതായിരുന്നു പഴകുളം മധു. ഇത്ര നിർലജ്ജം ജാതി പറയുക, ജാതീയത പ്രചരിപ്പിക്കുക, എന്നിട്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക എന്നത് CPM പരമ്പരാഗത ശൈലിയാണ്. വടകരയിൽ അതാണ് CPM അണികളും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ആരോപിച്ചു. വടകര ഇലക്ഷൻ തീർന്നാലും വർഗീയ ധ്രുവീകരണത്തിനുള്ള CPM കണ്ണ് ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ്. കേരളത്തിലെമ്പാടും ഷാഫിയുടെ പേരെങ്ങനെയായതുകൊണ്ട് അയാൾ ഒരു വർഗീയ കാർഡ് കളിച്ചു എന്ന് പറഞ്ഞ അയാളെ ഒറ്റപ്പെടുത്തുക, ആ വ്യക്തി ഒറ്റപ്പെടുത്താനല്ല, ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ. VS അച്യുതാനന്ദൻ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ SSLC പരീക്ഷയിൽ കുട്ടികൾ ജയിച്ചതിനെ പോലും ജാതീയമായി ആക്ഷേപിച്ച അതേ വർഗീയ രാഷ്ട്രീയം ഇന്നും കേരളത്തിലെ CPM നയിക്കുന്നത് അതുതന്നെയാണ്. അവർ അച്യുതാനന്ദൻ്റെ ആ രീതി വിട്ടിട്ടില്ല. ഇന്നും ഇവരുടെ എല്ലാം മനസ്സിൽ തനി ജാതിയാണ്. കേരളത്തിലെ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന് പറഞ്ഞ ആളാണ് മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ. പിണറായി അതിൽ ഒത്തിരി വ്യത്യാസമല്ല. ഇവരുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ജാതീയ വർഗീയതയുണ്ട്. RSSനെ പോലെയാണ് കേരളത്തിൽ CPM പ്രവർത്തിക്കുന്നത്. നഗ്നമായ ഭൂരിപക്ഷ വർഗീയതയാണ് CPM കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നതെന്നും മധു കുറ്റപ്പെടുത്തി. നഗ്നമായ ഭൂരിപക്ഷ വർഗീയതയാണ് കേരളത്തിൽ CPM പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ നീലവെള്ളത്തിൽ ചാടിയ ആളെല്ലാം പോലെ ആയി. അവരുടെ തനിനിറം മഴ പെയ്തപ്പോൾ പുറത്തു വന്നു എന്നേ ഉള്ളൂ. വടകര നഷ്ടപ്പെടുന്നു. ഷാഫിയെ പോലെയുള്ളൊരു യുവ നേതാവ് കണ്ണൂർ, വടകര, കോഴിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒരു ശക്തനായ രാഷ്ട്രീയ നേതാവ് ഉയർന്നു വരുന്നു. അതിൻ്റെ അസ്വസ്ഥതയും അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയ സ്വീകാര്യതയിൽ നിന്നുള്ള വിറളി പൂണ്ട അവസ്ഥയിലുമാണ് CPM ഇത്ര ലജ്ജാകരമായൊരു വർഗീയ ധ്രുവീകരണത്തിന്, ജാതീയമായിട്ടുള്ള വേർതിരിവിന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ അവർ പ്രചരിപ്പിക്കേണ്ട അവരുടെ ആദർശങ്ങളിൽ നിന്ന് വളരെ മാറിപ്പോയിട്ട് കേരളീയ സമൂഹത്തെ ജാതീയമായി വെട്ടിമുറിക്കാനുള്ള ഗൂഢമായൊരു ലക്ഷ്യമാണ് CPM ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് ഒരു കാരണവശാലും ഞങ്ങൾ കേരളത്തിൽ അനുവദിക്കില്ല. ഇതൊക്കെ പറയുമ്പോഴും പിണറായിയും CPM ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് ഇങ്ങനെ: ഫാസിസ്റ്റ് ദുർമുഖം അല്ലെങ്കിൽ ഫാസിസ്റ്റ് വാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ പല ചെകുത്താന്മാരെ നമുക്ക് കൂടെ കൂട്ടേണ്ടി വരും. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള സത്യമാണെങ്കിലും സീതാറാം യെച്ചൂരിയുടെ ലൈനല്ല ഒരു കാലത്തും പിണറായി വിജയൻ്റെ ലൈൻ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബംഗാളിൽ ഞങ്ങളോടൊപ്പമാണ്, ഇന്ത്യ മുന്നണിയിലാണ്. അവരെവിടെല്ലാം ഒരു കൊടി പൊക്കാൻ ആളുണ്ട് അവിടെയെല്ലാം നമ്മളോടാണ്. പക്ഷേ കേരളത്തിൽ മാത്രം BJPയും മോഡി ബന്ധം, മോദി ഭയം, അല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസികളുടെ കൈ പിണറായിയുടെ കഴുത്തിലായതുകൊണ്ടുള്ള ഭയം മൂലം കേരളത്തിലെ CPM പാർട്ടി ഒരു വർഗീയ പാർട്ടിയായി, അല്ലെങ്കിൽ വർഗീയതയ്ക്ക്, ഫാസിസത്തിന് കീഴടങ്ങുന്നൊരു പാർട്ടിയായി മാറിയതുകൊണ്ട് ഉള്ള അപജയമാണ് ഇത്. അതിനെ എതിർക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ത്യ മുന്നണിയുടെ ഒരു പരിപാടിയിൽ പോലും പങ്കെടുക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും. തൃശൂരിലും തിരുവനന്തപുരത്തും CPM വോട്ടുകൾ BJPക്ക് മറിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ UDFന്റെയും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളുടെയും ജാഗ്രതായ പ്രവർത്തനം പദ്ധതി പൊളിച്ചെന്നും പഴകുളം മധു അവകാശപ്പെട്ടു. OICC ദമാം റീജിയണൽ പ്രസിഡന്റ് EK സലീം, ഹനീഫ് റാവുത്തർ, തോമസ് തൈപ്പറമ്പിൽ, ബിനു P ബേബി, ജോജി ജോസഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം.